ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ. മുംബൈയിൽ വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഈദ് ആഘോഷമാണ്. എല്ലാ പ്രാവശ്യവും നോമ്പ് അവസാനമാകുമ്പോൾ നാട്ടിൽ പോകാറാണ് പതിവ്. ഇത്തവണ പിള്ളേരുടെ സ്കൂൾ എക്സാം കഴിയാത്തതിനാൽ ഞങ്ങളുടെ ഈദ് ആഘോഷം മുംബൈയിലാക്കി. അങ്ങനെ ഞങ്ങളുടെ മുംബൈ ഫാമിലിയിലുള്ള എല്ലാവരെയും ഞങ്ങളുടെ വീട്ടിലോട്ട് ക്ഷണിച്ചു. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്കിനായി എൻ്റെ സ്പെഷ്യൽ മാംഗോ ഷേക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി. നോ ഷുഗർ, ഒരു തുള്ളി പഞ്ചസാര പോലും ഇടാതെയാണ് ഞാൻ ഷേക്ക് അടിക്കുന്നത്. മധുരത്തിനായി മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് യോഗർട്ട്. മാംഗോ ഷേക്ക് ആയതുകൊണ്ട് ഞാൻ മാംഗോ ഫ്ലേവറിൻ്റെ യോഗർട്ട് എടുത്തു. പിന്നെ ഈന്തപ്പഴം, ബദാം, ഉണക്കമുന്തിരി, ഏലക്ക, കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത മാംഗോ, പിന്നെ ആവശ്യത്തിന് പഴം, ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ച് മാംഗോ പൾപ്പാക്കി എടുക്കും. അതിനുശേഷം ആവശ്യത്തിന് പാല് ചേർത്ത് കട്ടി കുറച്ച് ഷിയാഡ് സീഡ്സും ഉപയോഗിച്ച് ഒരു പ്രാവശ്യം കൂടെ ബ്ലെൻഡ് ചെയ്യും. അവസാനം കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ടാൽ പരിപാടി റെഡി. എന്നാൽ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്നും പറഞ്ഞ് സഫ്നാമ ഒരു ഗ്ലാസ് എടുത്ത് നിറച്ച് ജ്യൂസ് ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിനുശേഷം അവൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അങ്ങനെ എല്ലാവരും എത്തി. മാംഗോ ഷേക്കൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കഥാനായകനും എത്തി. ദം ബിരിയാണി ഇല്ലാതെ എന്ത് പെരുന്നാളല്ലേ. ഇവിടെ കല്യാൺ വെസ്റ്റിൽ സോൾട്ടി റെസ്റ്റോറൻറ്റ്. എന്തെളുപ്പം പെണ്ണുങ്ങൾക്ക്, ഫോൺ എടുക്കുന്നു, കുത്തുന്നു, സാധനം വീട്ടിൽ വരുന്നു. പിന്നൊന്നും നോക്കിയില്ല, ദമ്മൊക്കെ പൊട്ടിച്ച് സഫ്നാമാരെ കൂടെ വർക്ക് ചെയ്യുന്ന 1-2 പേർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വരാൻ പറ്റിയില്ല. അവർക്കുള്ള സാധനവും പാക്ക് ചെയ്ത് അതും കൊടുത്തു വിട്ടതിന് ശേഷം നമ്മളെല്ലാവരും കലാപരിപാടി അങ്ങ് തുടങ്ങി. ഇത്രയും നേരം കളിച്ചും ചിരിച്ചും തോളിൽ കൈയിട്ടിരുന്ന് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പം എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ദം ബിരിയാണി. അങ്ങനെ ആ വലിയ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് അച്ഛന്മാർ നാട്ടിലെ പുതിയ വാർത്തകളെക്കുറിച്ച് പറയുമ്പോൾ അമ്മമാർ വളഞ്ഞിരുന്ന് സീരിയലിനെ കുറിച്ച് പറഞ്ഞ് അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു സർപ്രൈസുമായിട്ട് നമ്മുടെ സുമേഷ് ആൻഡ് കാർത്തു വന്നത്. ഹാപ്പി ആനിവേഴ്സറി ഡിയേഴ്സ്. അതെ, ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ്. അങ്ങനെ ഇന്നത്തെ ഈദ് ഞങ്ങൾക്ക് 2 സ്പെഷ്യൽ ഡേയ്സായി മാറി.